ബദൽ സംവിധാനമൊരുക്കാതെ മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിച്ചവരെ റവന്യൂ അധികൃതർ ഇറക്കിവിട്ടു. ഇതിനെ തുടർന്ന് ക്യാമ്പിൽ താമസിച്ചവർ ടൗണിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ മണിക്കൂറുകൾ നീണ്ട കുത്തിയിരിപ്പ് സമരം നടത്തി. ഒടുവിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി കുടുംബക്കാരെ താൽക്കാലികമായി ക്യാമ്പിലേക്ക് മാറ്റി. ശക്തമായ മഴയിൽ ലക്ഷം നഗറിൽ മണ്ണിടിഞ്ഞ് ഒരാൾ മരണപ്പെടുകയും മേഖലയിലെ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള കുടുംബങ്ങളെ അധികൃതർ മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹാളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. മഴ മാറിയതോടെ റവന്യൂ അധികൃതർ ക്യാമ്പിൽ താമസിച്ച കുടുംബക്കാരോട് മാറുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അപകട മേഖലയിലെ വാസയോഗ്യമല്ലാത്ത വീടുകളിൽ താമസിക്കുവാൻ തയ്യാറല്ലെന്ന് കുടുംബങ്ങൾ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെയാണ് ക്യാമ്പിൽ താമസിച്ചവർ ടൗണിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ മണിക്കൂറുകൾ നീണ്ട കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. 4 മണിയോടെ ആരംഭിച്ച സമരം 10 മണിവരെ നീണ്ടതോടെ ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജയും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും സമരക്കാരുമായി ചർച്ച നടത്തി. താൽക്കാലികമായി ക്യാമ്പിലേക്ക് തന്നെ മാറ്റുകയും ചെയ്തു. കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള അടിയന്തര യോഗം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇന്ന് ചേരും. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. ഓണം വരുന്നേ. ഈ ഓണത്തിന് പാം എലഗന്റയിൽ ഓഫറുകളുടെ മഹാത്ഭുതം. പാം എലഗന്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫറുമായി ബന്ധപ്പെട്ട് 20 രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഓഫർ ഐറ്റംസ് 1,00,000 സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ്. പാം എലഗന്റെ, രാമപുരം റോഡ്, പാല.